ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നിങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടാവുന്ന പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു വിഷയം ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഓർമ്മപ്പെടുത്തൽ ഈമാനുള്ളവർക്ക് ഉപകരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്നത്തെ വിഷയം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ തന്നെ ഈമാൻ പരിപൂർണമായവരുടെ അടയാളങ്ങൾ എന്ന വിഷയമാണ്. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹീമിൽ അല്ലാഹ് ഈമാനിന് പറയുന്ന ഉദാഹരണം അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹ സാബിത്തുൻ വഫറൂഹ ഫിസ്സമ തുഅ്തി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ. എന്ന് വെച്ചാൽ നല്ലൊരു മരം പോലെ, ഈമാൻ എന്നുള്ളത് നല്ലൊരു മരം പോലെയാണ്. ഈ മരത്തിൻ്റെ അസ്ലുഹ സാബിത്തുൻ, അതിൻ്റെ വേരുകൾ മണ്ണിൽ ഉറച്ചിട്ടുണ്ട്, മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. വഫറൂഹ ഫിസ്സമ, അതിൻ്റെ ചില്ലകളാണെങ്കിൽ ആകാശത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. എന്നു മാത്രമല്ല തുഅ്തി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ, ഈ മരത്തിൽ നിന്ന് കിട്ടേണ്ട ഫലങ്ങൾ അത് മരത്തിൻ്റെ റബ്ബിൻ്റെ അനുമതി പ്രകാരം എല്ലായ്പ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കുന്ന, ഫലം കിട്ടിക്കൊണ്ടേയിരിക്കുന്നൊരു മരം, വളരെ വലിപ്പമുള്ള ചില്ലകൾ പടർന്ന് പന്തലിച്ചിട്ടുള്ള, മണ്ണിനടിയിലേക്ക് വേരൂന്നി ശക്തമായി നിലകൊള്ളുന്ന ഒരു മരം. ഈ മരത്തിനെ അള്ളാഹു ഉപമിക്കുന്ന എന്തുമായിട്ടാണ്? ഈമാനുമായിട്ടാണ്. എന്ന് വെച്ചാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബിനകത്തിലെ മണ്ണിനടിയിൽ മാത്രമല്ലല്ലോ മരം ഉണ്ടാവാം. അതേപോലെ തന്നെ ഈമാൻ എന്നുള്ളത് കൽബിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം അൽ ഈമാനു ഖൗലുൻ വ അമൽ. ഈമാൻ എന്നാൽ അത് കൽബിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ല, അത് ഖൗലിലുണ്ട്, അമലിലുണ്ട്. യസീദു ബിത്താഅ വയൻഖുസു ബിൽ മഅസിയ, അത് നന്മകൾ ചെയ്യുമ്പോൾ അധികരിക്കുകയും ചെയ്യും, തിന്മകൾ ചെയ്യുമ്പോൾ കുറയുകയും ചെയ്യും. അതിൻ്റെ വിശ്വാസം പഠിപ്പിച്ചു തന്നില്ല. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാൻ എത്ര ഭാഗങ്ങളുണ്ട്? 70 പരം ഭാഗങ്ങളുണ്ട്. ഒരു മരത്തിന് നമ്മളിപ്പോൾ വേര് പറഞ്ഞു, ആ മരത്തിൻ്റെ തടി, അതിൻ്റെ ചില്ലകൾ, കൊമ്പുകൾ, ഇലകൾ, പഴങ്ങൾ, കായ്, പൂവ്, കുറേ ഭാഗങ്ങളില്ല. ഇതേപോലെ ഈമാനിന് 70 പരം ഭാഗങ്ങളുണ്ട്. അഅലാഹ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. ശ്രദ്ധിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ പറ്റി പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ, സംസാരം, ഖൗല്. സംസാരത്തെ ഈമാനിലാണ് ഉണ്ടെന്നത്. പിന്നെയോ അദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, അതിലേറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞ ഭാഗം ഏതാ? വഴിയിൽ നിന്നും ഉപദ്രവം നീക്കുക എന്നുള്ളത്. അത് നമ്മുടെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ്. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ഭാഗമായിട്ടാണ് ഉള്ളത്. പിന്നെ പറഞ്ഞു വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ഈമാനിന്റെ ഈ ഭാഗങ്ങളിൽപ്പെട്ട ഒരു ഭാഗമാണ് ഹയാ, ലജ്ജ. ഇത് ഞാൻ പറയാൻ തുടക്കത്തിൽ, ഈ ആമുഖത്തിൽ ഈ വിഷയം പറയാൻ കാരണം, നമ്മളുടെ ഈമാൻ കൂടിയാലും കുറഞ്ഞാലും, കംപ്ലീറ്റ് ആയാലും ചുരുങ്ങിപ്പോയാലും, എല്ലാത്തിനും ഓരോ അടയാളങ്ങൾ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ കംപ്ലീറ്റ് ആയാൽ അത് പുറത്തേക്ക് ചില അടയാളങ്ങളെ പ്രകടിപ്പിക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് ഈമാൻ നിറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ചില അടയാളങ്ങൾ കൊണ്ടത് പ്രകടമാകും.
ആ അടയാളങ്ങളെ സംബന്ധിച്ചാണ് അത് ഒരുപാടുണ്ട്. ഖുർആനിൻ്റെ ആയത്തുകളിലും ഹദീസുകളിലും സലഫുകളുടെ അസറുകളിലുമായി ആയിരക്കണക്കിന് അടയാളങ്ങളുണ്ട്. അതെല്ലാം പറയുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളെപ്പോഴും ഓർമ്മ പുതുക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില അടയാളങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംസാരത്തിലൂടെ നമ്മുടെ ഈമാനിൽ പറ്റിപ്പോയിട്ടുള്ള പാകപ്പിഴവുകൾ തിരിച്ചറിയാനും റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഏറ്റവും പൂർണ്ണമായി ഈമാനോട് കണ്ടുമുട്ടാനും ഈ ഒരു സംസാരത്തെ സബബാക്കി തീർക്കുമാറാവട്ടെ. ഒന്നാമത്തെ വിഷയം എന്നുള്ളത്, ഈമാൻ പരിപൂർണമാകുന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ അടയാളം, ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്നുള്ളത്, എല്ലാ ഖൈറും എല്ലാ ഷർറും ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല കണക്കാക്കിയതേ കിട്ടുകയുള്ളൂ. നിസ്കാര ശേഷം പ്രാർത്ഥിക്കാൻ അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ നൽകാനും ആരുമില്ല. ഈ ഒരു വിശ്വാസം ഹൃദയത്തിൽ ഉറച്ച രൂപത്തിലാകുന്നത്, അതാണ് ഒരാളുടെ ഈമാൻ പരിപൂർണമാകുന്നതിൻ്റെ ആദ്യപടി. അതാണ്. മറ്റൊരാളും റബ്ബ് നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിരിക്കെ ഈ ദുനിയാവിലുള്ള എല്ലാ ആളുകളും ഒന്നിച്ചു ചേർന്നാലും നമുക്കൊരു ഷർറും വരുത്താൻ പോകുന്നില്ല, കഴിയൂല അവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിക്ക് ചെറിയ പ്രായമുള്ളപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്കാണത്. വഅലം, നീ അറിയണം, ലൗ അന്നൽ ഉമ്മത ജതമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഈ ഉമ്മത്ത് മുഴുവൻ, ആളുകളെല്ലാവരും നിനക്കൊരു ഖൈർ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. എല്ലാവരും ചേർന്നിട്ട്, ഒരുമിച്ച് ചേർന്ന് ഒന്നിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവർ ഒന്നിച്ചു നിന്ന് പരിശ്രമിച്ചാൽ പോലും റബ്ബ് നിനക്ക് കണക്കാക്കിയതല്ലാത്തൊരു ഖൈർ അവർക്ക് നിനക്ക് എത്തിച്ചു തരാൻ കഴിയൂല. ഈ ഒരു ഉറച്ച ബോധ്യം നിനക്ക് വേണം. അവിടെയാണ് ഈമാൻ പരിപൂർണമാകുന്ന ആദ്യത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അതാണ്. റബ്ബ് തന്നാലേ കിട്ടുള്ളൂ, റബ്ബ് തടഞ്ഞാലേ ഒഴിവാകുള്ളൂ. ഈ ഒരു ഉറച്ച യഖീന നമ്മുടെ ഹൃദയത്തിൽ അതിൽ ഉറക്കേണ്ടതുണ്ട്. അതാണ് ഈമാൻ്റെ ഒന്നാമത്തെ പടി. ഇത് ഉറക്കാത്തിടത്തോളം ഒരാളുടെ ഈമാൻ ഒരിക്കലും പരിപൂർണമാവാൻ പോകുന്നില്ല. നാഫിഉം ളാറും മുഅ്തിയും മാനിയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന ഉറച്ച വിശ്വാസം ഒരാൾ ഹൃദയത്തിൽ കടക്കാത്തിടത്തോളം ഒരാളുടെ ഈമാൻ ഒരിക്കലും പരിപൂർണമാവില്ല. അപ്പോൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഒന്നാമത്തെ ഈമാൻ പരിപൂർണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം എന്നുള്ളത്, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന നല്ല ഇബാദത്തുകൾ, ഈ ഇബാദത്തുകൾ കൊണ്ട് ദുനിയാവിൻ്റെ ഒരു നേട്ടങ്ങളും ആഗ്രഹിക്കാതിരിക്കുക, ലക്ഷ്യം വയ്ക്കാതിരിക്കുക. നമ്മുടെ നല്ല ഇബാദത്തുകൾ, നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ദുനിയാവിൻ്റെ ഒരു നേട്ടങ്ങളും ഒരു ലക്ഷ്യങ്ങളും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ചിന്ത പരലോകം മാത്രമാണ്. എന്ത് ചെയ്യുമ്പോഴും സ്വർഗത്തിൽ ഈ ഒരു അനുഗ്രഹം കിട്ടണം, അല്ലെങ്കിൽ സ്വർഗത്തിൽ എൻ്റെ ദറജ വർദ്ധിക്കണം, നരകത്തിൽ എനിക്ക് ഈ ശിക്ഷ കിട്ടാതിരിക്കണം, എനിക്കതിൽ നിന്ന് ഒഴിവാകാൻ കഴിയണം, റബ്ബിൻ്റെ വജ്ഹ് കാണണം, അവൻ എന്നെ തൃപ്തിപ്പെടണം, ഇങ്ങനെയുള്ള ചിന്തകളല്ലാതെ ദുനിയാവിൻ്റെ ഒരു ചിന്തയും ഒരു പ്രവർത്തനം ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല, ഒരു ലക്ഷ്യവും വരുന്നില്ല. അതൊരു അന്ധന് കൈപിടിച്ച് റോഡ് കടക്കാൻ സഹായിക്കുമ്പോഴാണെങ്കിലും, ഒരു ഭിക്ഷക്കാരന് 10 രൂപ ഇട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും, ഒരു കാര്യം ചെയ്യുമ്പോഴും, നിസ്കരിക്കുമ്പോഴാണെങ്കിലും, ഖുർആൻ പാരായണം, എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും, നന്മയാകുന്ന ഒരു കാര്യം ചെയ്യുമ്പോഴും അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ഹൃദയത്തിൽ ദുനിയാവിൻ്റെ ഒരു ലക്ഷ്യങ്ങളും ഒരിക്കലും കടന്നു വരുന്നില്ല, ഒരു ചിന്തയും. ആളുകൾ എന്നെപ്പറ്റി നല്ലത് വിചാരിക്കണമെന്നോ, എന്നെപ്പറ്റി പുകഴ്ത്തി പറയണമെന്നോ, ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു പ്രശസ്തി കിട്ടണമെന്നോ, പേര് കിട്ടണമെന്നോ, ഇങ്ങനൊരു ചിന്തയോ ആഗ്രഹമോ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നേയില്ല. ഇത് ഈമാൻ പരിപൂർണമാകുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം. റബ്ബിൻ്റെ തൃപ്തി മാത്രം എല്ലാ കാര്യങ്ങളിലും ആഗ്രഹിക്കാമോ.
അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈമാൻ പരിപൂർണമാകുന്നത്, അത് പ്രകടമാകുന്ന മറ്റൊരു സന്ദർഭമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ, മുസീബത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതം നിറയുമ്പോൾ, എല്ലാ നിലയ്ക്കും കുടുങ്ങിപ്പോയി എന്ന രൂപത്തിലേക്ക് എത്തുമ്പോൾ, അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ, അത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ ഈമാൻ ശരിക്കും പ്രകടമാവും. അത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ ഈമാൻ ശരിക്കും പ്രകടമാവും. അത്തരം സന്ദർഭങ്ങളിൽ ഇതെനിക്കെൻ്റെ റബ്ബ് കണക്കാക്കിയതാണ്, ഖദ്ദർ അല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലെങ്കിൽ ഖദർ അല്ലാഹി വമാ ശാഅ ഫഅൽ, എനിക്കെൻ്റെ റബ്ബ് കണക്കാക്കിയതാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ റബ്ബിൻ്റെതാണ്, അവൻ്റെ അടിമകളാണ്, അവനിലേക്ക് മടങ്ങി ചെല്ലാനുള്ളവരാണ്. ഈ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമുക്ക് എത്താൻ, റബ്ബ് എന്തുകൊണ്ട് പരീക്ഷിച്ചാലും അതെനിക്കെൻ്റെ ഖൈറിന് വേണ്ടിയിട്ടാണ്, റബ്ബിനെ പറ്റി ഒരിക്കൽ പോലും മോശം വിചാരിക്കാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ പരിപൂർണത അറിയിക്കുന്ന മറ്റൊരു അടയാളം. എന്ത് നടന്നാലും, നമ്മുടെ ഏറ്റവും കരളിൻ്റെ കഷ്ണമായ സ്വന്തം മകൻ നഷ്ടപ്പെട്ടാലും, അല്ലെങ്കിൽ നമ്മുടെ എത്രയോ കഷ്ടപ്പാടിൻ്റെ ഫലമായി വളർത്തിയെടുത്ത കച്ചവടം അത് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയാലും, എന്തൊക്കെ ഈ ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോയാലും സംഭവിച്ചാലും, റബ്ബിനെ പറ്റി ഒരിക്കലും നല്ലതല്ലാത്തൊരു ചിന്തയും വിചാരിക്കാതിരിക്കുക എന്നുള്ളത്, ഇതെനിക്കെൻ്റെ ഖൈറിന് വേണ്ടി, റബ്ബ് റഹ്മത്തുള്ളവൻ, എൻ്റെ റബ്ബാണ് അല്ലേ. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ വഹുവ മൗലാന. റസൂലെ താങ്കൾ പറയണം, ലൻ യുസീബന, ഞങ്ങൾ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, റബ്ബ് ഞങ്ങളുടെ മേൽ എഴുതി വെച്ചതല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നു മാത്രമല്ല, വഹുവ മൗലാന, അവൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു കാര്യം നിശ്ചയിക്കൂല, കാരണം അവൻ നമ്മുടെ മൗലയാണ്, ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്. ഈ ഒരു ഉറച്ച യഖീന് ഏത് മുസീബത്തിലും മാറിപ്പോകാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈമാൻ പരിപൂർണമാണെന്ന് അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ദുനിയാവിൽ ഏത് സൃഷ്ടികളെക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളത് ഈമാൻ പരിപൂർണമാകുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം. ഏതൊരു സൃഷ്ടിയെക്കാളും, സ്വന്തം വാപ്പയെക്കാളും ഉമ്മയെക്കാളും കുടുംബ ബന്ധുമിത്രാദികളെക്കാളും എല്ലാവരെക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി, അദ്ദേഹത്തെ സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളത് ഈമാൻ പരിപൂർണമാണെന്ന് അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കഴിവിൻ്റെ പരമാവധി പ്രാവർത്തികമാക്കുന്നത്, അത് ആ സ്നേഹം വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിരുന്ന കാര്യങ്ങളെ, അകറ്റി നിർത്തിയിരുന്ന കാര്യങ്ങളെ അകറ്റി നിർത്താനും വെറുക്കാനും സാധിക്കുക എന്നുള്ളത് ആ സ്നേഹം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടാൻ സാധിക്കുക എന്നുള്ളതും ഈ സ്നേഹം വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യം. അങ്ങനെ സ്നേഹിക്കാൻ ഏതൊരു പടപ്പിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളത് ഈമാൻ പരിപൂർണമാകുന്നതിൻ്റെ മറ്റൊരു അടയാളം. അത് നമുക്ക് എന്താ പറയുക, നമ്മളൊന്ന് ചിന്തിച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ആർക്കാണ്? പടപ്പുകളിൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്രയും മറ്റൊരു പടപ്പിനെയും നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പരിപൂർണമാണെന്ന് അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം. നമുക്കങ്ങനെ ആകാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കേട്ടിട്ട് എത്ര പേരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, എത്ര പേരുടെ ഹൃദയങ്ങൾ വിങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെപ്പറ്റി ആലോചിച്ചിട്ട് നിങ്ങളിൽ എത്ര പേർക്ക്, പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്, പല ബന്ധുക്കളും മരണപ്പെട്ടിട്ടുണ്ട്, പല കൂട്ടുകാരും മരണപ്പെട്ടിട്ടുണ്ട്, പരിചയമുള്ള പലരും മരണപ്പെട്ട് നമുക്കത് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയോ അകന്ന ബന്ധുക്കളുടെ മരണം പോലും നമ്മളെ പലപ്പോഴും കരയിപ്പിച്ചിട്ടുണ്ട്.
പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയി എന്നുള്ളത് ഈ ദുനിയാവിൽ ഒരു മുസ്ലിമിനെ ബാധിക്കാനുള്ള ഏറ്റവും വലിയ മുസീബത്താണ്. അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് നമ്മൾക്ക് എപ്പോഴാണ് കരയാൻ സാധിച്ചിട്ടുള്ളത്? ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ആ സ്നേഹവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരേക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ചിരുന്ന ആളുകളെ അതേപോലെ തന്നെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൃപ്തിപ്പെട്ട ആളുകൾ തൃപ്തിപ്പെടാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്ന കാര്യത്തെ, ഇങ്ങനെയെല്ലാം അതിൻ്റെ പുറകിൽ വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈമാൻ പരിപൂർണമാണെന്ന് അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ പറ്റിപ്പോയാൽ ഒരിക്കലും റബ്ബിന് ആ തെറ്റ് പുറത്ത് തരില്ല എന്നൊരിക്കലും നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അവനെപ്പോഴും എത്ര തെറ്റുകൾ, എത്ര കാലപ്പഴക്കമുള്ള തെറ്റാണെങ്കിലും, എത്ര ഗൗരവമുള്ള തെറ്റാണെങ്കിലും, തെറ്റുകൾ എത്ര സംഭവിച്ചാലും അവന് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ പ്രതീക്ഷ ഒരിക്കലും കൈവിടൂല. എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നേക്കും എന്ന പ്രതീക്ഷ അവനൊരിക്കലും കൈവിടുകയില്ല. ഒരിക്കലും അവൻ ചിന്തിക്കൂല എൻ്റെ റബ്ബ് ഒരിക്കലും എനിക്ക് പുറത്തു തരാൻ പോകുന്നില്ല, ഞാൻ എത്രയൊക്കെ തെറ്റുകൾ ചെയ്തവനാണെന്ന് അവനൊരിക്കലും ചിന്തിക്കൂല. എത്ര തെറ്റു പറ്റിയാലും അവൻ തൗബ ചെയ്തുകൊണ്ടേയിരിക്കും. തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് നരകക്കാരൻ്റെ അടയാളമല്ല, ഈമാൻ പരിപൂർണമായൊരു അടയാളം. എപ്പോഴൊക്കെ തെറ്റുപറ്റുന്നു അപ്പോഴൊക്കെ തൗബ ചെയ്യുക എന്നുള്ളത് ഈമാൻ ഉള്ള ആളുകളുടെ അടയാളമാണ്. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഇബ്ലീസും തമ്മിലുള്ള സംഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട് ഹദീസിൽ. ഇബ്ലീസ് പറയും, വബി ഇസ്സതിക റബ്ബേ, നിന്റെ ഇസ്സത്ത് പ്രതാപം തന്നെയാണ് സത്യം, ഞാൻ നിന്റെ അടിമകളെ എനിക്കാകുന്ന രൂപത്തിലൊക്കെ ഞാൻ പഴപ്പിക്കും, പല രൂപത്തിലും ഞാൻ അവരെ തിന്മകളിൽ വീഴ്ത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് തിരിച്ചു പറഞ്ഞെന്താണെന്നറിയോ? വബി ഇസ്സതി വ ജലാലി, എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, എൻ്റെ മഹത്വം തന്നെയാണ് സത്യം, അവരെന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നിടത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുക എന്നുള്ളത് ഈമാൻ പരിപൂർണമായ ഒരാളുടെ മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നന്മകൾ അധികരിപ്പിക്കുന്നതിനനുസരിച്ച്, ഇൽമു വർദ്ധിക്കുന്നതിനനുസരിച്ച്, ഇബാദത്തുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള പേടി വർദ്ധിക്കുക എന്നുള്ളത് ഈമാൻ പരിപൂർണമാകുന്നതിൻ്റെ അടയാളം. ഈമാൻ ഇല്ലാത്തവർക്ക് ആ പേടി, ഇബാദത്ത് കുറയുമ്പോൾ പേടി ഉണ്ടാവുന്നല്ലാതെ ഇബാദത്ത് കൂടുമ്പോൾ പേടി ഉണ്ടാവില്ല. അത് ഈമാനുള്ള ആളുകൾക്കാണ് പേടി ഉണ്ടാവും. ഈമാനുള്ള ആളുകൾക്കാണ് ഇബാദത്ത് അവരുടെ ജീവിതത്തിൽ മാക്സിമം അവർ ഹറാമുകൾ വിട്ടു നിൽക്കുന്നുണ്ടാവും, പരമാവധി ഇബാദത്തുകൾ അധികരിപ്പിക്കുന്നുണ്ടാവും. എന്നാലും അങ്ങേയറ്റം മോശപ്പെട്ട ആളുകൾ റബ്ബിനെ പറ്റി പേടിക്കുന്നതിനേക്കാൾ അവർ ഭയപ്പെടുന്നുണ്ടാവും അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് ഈമാൻ പരിപൂർണമാണെന്ന് അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, അള്ളാഹു നൽകിയതിൽ നിന്ന് അവർ എന്ത് ചെയ്യും? ചെലവഴിക്കും. എന്നുവെച്ചാൽ അവർക്ക് പറ്റുന്ന രൂപത്തിൽ മാക്സിമം അവരെന്ത് ചെയ്യും? ദീൻ്റെ വിഷയത്തിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുന്ന രൂപത്തിലായിരിക്കും. അവരെപ്പോഴും പേടിയിലാണ്. അപ്പം ഈ ആയത്ത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് വ്യഭിചരിക്കുന്ന ആളുകളെ പറ്റിയിട്ടാണോ, മദ്യപിക്കുന്ന ആളുകളെ പറ്റിയിട്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യാ ഇബ്നത സിദ്ദീഖ്, സിദ്ദീഖിൻ്റെ മോളെ, അങ്ങനെയല്ല, അവർ ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്. ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് ധാരാളം അമലുകൾ ചെയ്യുകയും ആ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ എന്നതിനെപ്പറ്റി പേടിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അസറുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈമാൻ പരിപൂർണമായ ആളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവൻ ധാരാളം അമലുകൾ
ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് മുന്നേറുന്നുണ്ട് പരലോകത്തിൻ്റെ വിഷയത്തിൽ. പക്ഷേ അവൻ്റെ ചിന്ത അവനെ ടെൻഷനിലാക്കുന്നത്, പേടിപ്പിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴോ ചെയ്തു പോയ തിന്മകളാണ്. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴോ ചെയ്തു പോയ തിന്മകൾ അവൻ്റെ മൈൻഡിൽ ഇപ്പോഴും അതൊരു വലിയ ഭാരമാണ്, ടെൻഷനാണ്. ഏതുപോലെ അദ്ദേഹം പറയുന്ന ഉദാഹരണം, തലയ്ക്ക് തൊട്ടു മുകളിൽ വീഴാനായി നിൽക്കുന്ന ഒരു മലയെപ്പോലെ. ആ മല ഇപ്പം തലയിൽ വന്ന് വീഴും എന്ന രൂപത്തിൽ ടെൻഷൻ അടിക്കുന്ന, വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരാളെപ്പോലെയാണ് ഈമാൻ പരിപൂർണമായ ഒരാളുടെ ഉപമ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരാറുണ്ട്. അപ്പം ഈമാൻ പരിപൂർണമാകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും അല്ലേ? സലഫുകൾ പറയാറുണ്ട്, മൻ കാന ബില്ലാഹി അഅറഫ് കാന മിൻഹു അഖ്വഫ്. ഒരാൾ എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് അറിയുന്നുവോ, ഇൽമു കരസ്ഥമാക്കുന്നുവോ, അത്രത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം കൂടിക്കൊണ്ടിരിക്കും. അല്ലെ വിശ്വാസം പറഞ്ഞില്ലേ, ലൗ തഅലമൂന മാ അഅലം ലളഹിഖ്തും ഖലീലൻ വലബഖൈതും കസീറ. എനിക്കറിയുന്നത് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും ഒരുപാട് കരയുകയും ചെയ്തേനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞത് നമുക്കൊക്കെ അറിയുന്ന ഹദീസാണ്. അപ്പോൾ ഈ ഈമാൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന ചിന്ത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ അമലുകൾ സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന ചിന്ത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ചെയ്യുന്നത് എൻ്റെ നരകത്തിൽ നിന്ന് തടയാൻ മതിയായതാകുമോ എന്ന ചിന്ത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ പ്രവർത്തനങ്ങൾ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമോ എന്ന ചിന്ത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് ഈമാൻ കൂടുന്നതിനനുസരിച്ച് ആ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും. അതല്ല, കുറച്ചെങ്കിലും അമലുകൾ കൂടുമ്പോഴേക്കും നമ്മളൊരു സേഫ് സോണിലേക്ക് എത്തിയതുപോലെ തോന്നുകയാണ്. മതി, ഇത്രയൊക്കെ ആയാൽ മതി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ എന്തോ പ്രശ്നമുണ്ട്, നമ്മുടെ ഈമാന് കാര്യമായ എന്തോ തകരാറുണ്ട്. അതിന് ഒഴുജുബ് എന്നാ പറയാം. ഞാനൊക്കെ എല്ലാം തികഞ്ഞു, അല്ലെങ്കിൽ എനിക്കിത്രയൊക്കെ മതി. ആ ചിന്ത ഒരിക്കലും ഈമാനുള്ള ആളുകൾക്ക് വരുന്ന ചിന്തയല്ല. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആരാണോ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും അള്ളാഹുവിന് വേണ്ടി കൊടുക്കുകയും അള്ളാഹുവിന് വേണ്ടി തടയുകയും ചെയ്യുന്നത്, അവൻ്റെ ഈമാൻ പരിപൂർണമായി, കംപ്ലീറ്റായി. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവനെ ഇഷ്ടപ്പെടാൻ വേറൊരു കാരണോടില്ല. നാട്ടുകാരനല്ല, പരിചയക്കാരനല്ല, കുടുംബക്കാരനല്ല. നമുക്ക് അവനുമായിട്ട് നമ്മൾ സൗഹൃദം വെച്ച് പുലർത്തിയാൽ, പരിചയം വെച്ച് പുലർത്തിയാൽ എന്തെങ്കിലും ദുനിയാവിൻ്റെ ലാഭങ്ങൾ കിട്ടാനുമില്ല, ഒന്നുമില്ല, ഒരു റീസണുമില്ല. എന്തല്ലാതെ അവൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ്, സ്വഹാബത്തിൻ്റെ ആദർശം മുറുകെ പിടിക്കുന്നവനാണ്. ഈ ഒരൊറ്റൊരു കാരണം കൊണ്ട് മാത്രം നമ്മളൊരാൾ ഇഷ്ടപ്പെടുക, ഒരാളെങ്കിലും അങ്ങനെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഇതുവരെയും അങ്ങനെ ഒരാളെയും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ എവിടേക്കോ തകരാറിലാണ്, അത് പരിപൂർണമായിട്ടില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും വേണം. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും. ചിലപ്പോൾ സ്വന്തം മകനായിരിക്കും, ചിലപ്പോൾ സ്വന്തം ഭാര്യയായിരിക്കും, ചിലപ്പോൾ സ്വന്തം വാപ്പയായിരിക്കും. ആരാണെങ്കിലും എത്ര അടുത്ത ബന്ധമാണെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിനെ വെറുപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവനെ നമ്മൾ വെറുക്കണം. അതാണ് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള വെറുപ്പ്. അവൻ നമുക്കൊരു ദ്രോഹം ഉണ്ടാക്കിയിട്ടില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അള്ളാഹുവിന് വേണ്ടി വെറുക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക, അതൊക്കെ അങ്ങനെ തന്നെ. മറ്റൊരു കാരണവും നമ്മളതിന് പ്രേരിപ്പിക്കരുത്. ഇത് ഈമാനെ പൂർത്തീകരിക്കുന്ന നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും ഇതുപോലെ ആകണം, ഇതിൻ്റെ അടിസ്ഥാനത്തിലാകണം. അത് വ്യക്തികളാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും എന്തും നമ്മുടെ ഇഷ്ടം എന്നുള്ളത് ഒരിക്കലും എന്താകരുത്, നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നതാകരുത്. നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളും മറ്റ് കാര്യങ്ങളും
അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്നതാകരുത്. നമ്മുടെ ഇഷ്ടവും വെറുപ്പും ഒക്കെ റബ്ബിൻ്റെ തൃപ്തിക്ക് അടിസ്ഥാനപ്പെടുത്തും. റബ്ബ് ഇഷ്ടപ്പെടുന്നതിന് നമ്മൾ ഇഷ്ടപ്പെടാം. റബ്ബ് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടാം. റബ്ബ് വെറുക്കുന്നതിന് നമ്മളും വെറുക്കാം. അതിനെത്രത്തോളം റബ്ബ് വെറുക്കുന്നു അത്രത്തോളം നമ്മളും വെറുക്കാം. അങ്ങനെ ആകാൻ നമുക്ക് സാധിച്ചാൽ അത് ഈമാനിൻ്റെ പരിപൂർണത അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം. അതുപോലെ തന്നെ നിസ്കാരം എന്നുള്ള ഇബാദത്തിൽ നമ്മുടെ ഈമാന്റെ പരിപൂർണത അറിയിക്കുന്ന രണ്ട് മേഖലകളുണ്ട്. ഒന്നാമത്തെ മേഖല എന്നുള്ളത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിലുള്ള കൃത്യത. ജമാഅത്ത്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ജമാഅത്ത് നിസ്കാരങ്ങൾ പങ്കെടുക്കുന്നതിലുള്ള കൃത്യത. അത് നമുക്കറിയാം, ശാരീരികമായിട്ട് മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ, രോഗമോ യാത്രയോ അതുകൊണ്ട് മുടങ്ങിപ്പോകുന്നതല്ലാതെ, അങ്ങനെ ശർഈയായ ഉദറുകളില്ലാതെ ഒരാൾ ജമാഅത്തിൽ നിന്ന് പിന്തി നിൽക്കാൻ അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ജമാഅത്തിൽ കൃത്യമായി മുറുകെ പിടിക്കുന്നത് അയാൾക്ക് ഭാരമാകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഈമാന്റെ പ്രശ്നമാണ്. എത്രത്തോളം ഒരാൾ അയാളുടെ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ മനഃപൂർവ്വം തക്ബീറത്തുൽ ഇഹ്റാമിൽ നിന്ന് പിന്തി നിൽക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ അവിടെ പോലും അവൻ്റെ ഈമാനത്തിന് കാര്യമായ തകരാറുണ്ടെന്നാണ്. കാര്യമായ തകരാറുണ്ട്. ജമാഅത്ത് ഒഴിവാക്കുന്നില്ല. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാൻ പറ്റുന്ന അവസ്ഥയിൽ നിന്ന് മനഃപൂർവ്വം പിന്തി നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ്. അതുപോലും ഒരാളുടെ ഈമാനിന്റെ പോരായ്മയെ അറിയിക്കുന്ന കാര്യമാണ്. മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാത്തിടത്തോളം, രോഗങ്ങളോ മറ്റ് യാത്രകളോ ശർഈയായ മറ്റു ഉദറുകളോ ഒന്നുമില്ലാത്തിടത്തോളം കൃത്യമായി ജമാഅത്ത് മുറുകെ പിടിക്കാൻ, അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാൻ പരിപൂർണമാണെന്ന് അറിയിക്കുന്ന ഒരടയാളമാണ്. അതേപോലെ തന്നെ നിസ്കാരത്തിൽ നമ്മുടെ ഈമാൻ അതിനളക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണെന്ത്? നിസ്കാരത്തിലെ മനസാന്നിധ്യം. ഖുശൂ എന്ന് പറയുന്നതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. പ്രത്യക്ഷമായ അവയവങ്ങളുടെ ഖുശൂ ഉണ്ട്, ഖൽബിന്റെ ഖുശൂ ഉണ്ട്. അത് നമ്മുടെ ഈമാൻ പരിപൂർണമാണോ എന്ന് അളക്കാൻ പറ്റുന്ന മറ്റൊരു അടയാളമാണ്. പക്ഷെ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, നിസ്കാരത്തിന് നമ്മൾ നിൽക്കുന്നത് മുതൽ സലാം വീട്ടുന്നത് വരേക്കും നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ, നിസ്കാരത്തിൽ ഞാൻ ചൊല്ലുന്ന ആയത്തുകൾ, ഞാൻ പറയുന്ന ദിക്റുകൾ, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഇതല്ലാത്ത മറ്റൊരു ചിന്തയും കടന്നു വരാതെ നമ്മൾക്ക് നിസ്കാരം പൂർത്തീകരിക്കാൻ എത്രത്തോളം എളുപ്പം സാധിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ഈമാൻ പരിപൂർണമാണ്. എത്രത്തോളം നമുക്ക് എളുപ്പം സാധിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ഈമാൻ പരിപൂർണമാണ്. അത് ഒരിക്കലും മറ്റ് ചിന്തകൾ കടന്നു വരൂല എന്നല്ല കേട്ടോ. മാനുഷികമായി മറ്റു പല ചിന്തകളും കടന്നു വരും. ചിലപ്പോൾ പലതും മറന്നുപോകും. അത് വല്ലപ്പോഴും എന്തെങ്കിലും മറന്നു പോകുന്നതോ ചിന്ത വരുന്നതോ അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരാളുടെ പതിവ് തന്നെ അങ്ങനെ ആയി മാറുകയാണ് അല്ലേ. പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ എന്താ, ഈ പറയുന്ന ഞാനടക്കം പലപ്പോഴും സലാം വീട്ടുമ്പോഴാണ് ഞാൻ അത്ര നേരം നിസ്കരിക്കുകയായിരുന്നു എന്ന ചിന്ത മൈൻഡിലേക്ക് പലപ്പോഴും വരാം. സലാം വീട്ടുമ്പോൾ അതുവരേക്കും നമ്മൾ പല ചിന്തകളിലായിരിക്കും. അവിടെ അങ്ങനെ ചെയ്യണം, ഇവിടെ ഇങ്ങനെ ചെയ്യണം, അതാക്കണം ഇതാക്കണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അത് വല്ലപ്പോഴും സംഭവിക്കുന്നത് മാനുഷികമാണ്. പക്ഷേ എപ്പോഴും അത് തന്നെ ഒരു ശീലമാവുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ പോരായ്മയെ അറിയിക്കുന്നൊരടയാളമാണ്. നമ്മുടെ ഈമാൻ പരിപൂർണമല്ല എന്നറിയിക്കുന്നൊരടയാളമാണ്. അതുപോലെ തന്നെ പിശുക്കുണ്ടാവുക എന്നുള്ളത് ഈമാനിൻ്റെ പോരായ്മ അറിയിക്കുന്നൊരു കാര്യം. നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ പിശുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതാകും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പിശുക്ക് എന്നുള്ള രോഗം, അത് നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്യും? ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉദാരനായ ഒരാളും ഉണ്ടായിരുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന അജ്വദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉദാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്രയും സമ്പത്ത് ചെലവഴിക്കുന്ന വേറൊരാളും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലില്ല. അപ്പോൾ ഉദാരത വർദ്ധിക്കുക, നമുക്ക് ധാരാളം സമ്പത്ത് ചെലവഴിക്കാൻ കഴിയുക, അത് സകാത്തായിട്ടും സദഖയായിട്ടുമൊക്കെ നമുക്കത് കൊടുക്കുന്നതിൽ ഒരു വിഷമവും തോന്നാതിരിക്കുക എന്നുള്ളതൊക്കെ ഈമാനിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. നമുക്ക് കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്ത, അതൊക്കെ മാനുഷികമാണ്, അതൊക്കെ സ്വാഭാവികം, അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യങ്ങൾക്ക് മാറ്റിവെക്കുക എന്നതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ദീൻ പഠിപ്പിച്ചെന്ന കാര്യം തന്നെയാണ്. കുടുംബത്തിന് പട്ടിണിക്കിടലൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അതൊക്കെ കഴിഞ്ഞ് നിർബന്ധ ബാധ്യതകളൊക്കെ അവസാനിച്ച് നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് ചെലവിന് കൊടുത്തതിന് ശേഷവും പിന്നെയും ബാക്കിയുള്ള സമ്പത്ത് ചെലവഴിക്കാനുള്ള മടി, അത് ഈമാൻ പരിപൂർണമല്ല എന്നറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഈമാന്റെ പരിപൂർണത അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് നമ്മുടെ വീട്ടിനകത്തുള്ള, അത് ചിലപ്പോൾ ഭാര്യമാരായിരിക്കും, ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും, ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കും, ഇവരോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുന്നതിലുള്ള കൃത്യത, അതെത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അതൊരാളുടെ ഈമാൻ അറിയിക്കുന്ന കാര്യമാണ്. അത് വീട്ടിനകത്തുള്ളത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, വീട്ടിനകത്തുള്ള കാര്യം മറ്റൊരാൾ നോക്കിക്കാണുന്നില്ല. മറ്റൊരാൾ നോക്കി പരസ്യമായിട്ട് തിന്മകൾ ചെയ്യുന്നതിന് തടസ്സമാവുക ഈമാൻ മാത്രമല്ല, ആളുകളെ സംബന്ധിച്ചുള്ള ലജ്ജ, അവർ നമ്മളെപ്പറ്റി എന്തു പറയും, എങ്ങനെയുള്ള ചിന്തകളൊക്കെ എന്തു ചെയ്യും, ഒരാളെ തിന്മകളിൽ തടഞ്ഞേക്കും. എന്നാൽ വീട്ടിനകത്ത് അങ്ങനല്ല. വീട്ടിനകത്ത് അവൻ ഒറ്റയ്ക്കാകുന്ന സന്ദർഭങ്ങളിൽ അവൻ ആ തിന്മകളിൽ നിന്ന് അവൻ്റെ ഈമാനല്ലാതെ തടയൂല. പ്രത്യേകിച്ചും ഒരു വീട്ടിനകത്ത് അതിനേക്കാളും പിന്നെയും പ്രൈവറ്റ് ആകുന്ന സ്ഥലമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള രംഗം. അതൊരു വീടും പോലല്ല, ഒരു മുറിക്കകത്താണ്. വേറൊരാളും അറിയുന്നില്ല, സ്വന്തം ഉപ്പയോ ഉമ്മയോ സഹോദരന്മാരോ ആരും അറിയുന്നില്ല. അവിടെ കൃത്യമായി ആ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഹക്ക് ആരും നമ്മളെ ചോദ്യം ചെയ്യാനില്ലെങ്കിൽ പോലും കൃത്യമായി കൊടുത്തു തീർക്കുക എന്നുള്ളത് അത്രയും ഈമാനുള്ള ഒരാൾക്കല്ലാതെ കഴിയൂല, സാധിക്കൂല. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ, നമുക്കിടയിൽ തന്നെ പകൽ മാന്യന്മാരായി നാട്ടിൽ വലിയ സ്ഥാനവും നിലയും വിലയൊക്കെയുള്ള ആളുകൾ, അവരെപ്പറ്റി അവരുടെ ഭാര്യമാരോട് ചോദിച്ചു നോക്കിയാൽ അവരുടെ ശരിക്കുള്ള തനിനിറം മനസ്സിലാവും. അവരുടെ ശരിക്കുള്ള സ്വഭാവത്തിൻ്റെ നിലവാരം മനസ്സിലാവും. അത് നമ്മുടെ ഈമാനിൻ്റെ പോരായ്മ അറിയിക്കുന്ന കാര്യമാണ്. ഈമാനിൻ്റെ പോരായ്മയെ അറിയിക്കുന്ന കാര്യമാണ്. ഏറ്റവും നല്ല സ്വഭാവം നമ്മൾ പുറത്തെടുക്കേണ്ടത് അത് നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാര്യയാണ്. നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവത്തിന് അർഹിക്കുന്നത് മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാര്യയാണ്. അപ്പം അതെന്ത് ചെയ്യണം? വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈമാൻ പരിപൂർണമാകുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ്, ഇതിപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇങ്ങനെയുള്ളതല്ലാതെ പൊതുവിൽ മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് സ്വന്തം നഫ്സിനെ ആകുന്നിടത്തോളം പിടിച്ചു വെക്കാൻ പരിശ്രമിക്കാന്നുള്ളത്. അത് ശാരീരികമായിട്ടുള്ള ഉപദ്രവമോ സംസാരം കൊണ്ടുള്ള വേദനിപ്പിക്കലോ മറ്റേത് നിലയ്ക്കും മറ്റ് പടപ്പുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ, അതിൽ വളരെയധികം സൂക്ഷ്മത കാണിക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു ഹൈറ് എത്തിയിട്ടില്ലെങ്കിലും ഒരാൾക്കും നമ്മളെ കൊണ്ടൊരു ഷർറും എത്താതിരിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത് അത് ഈമാൻ പരിപൂർണമാകുന്നതിൻ്റെ അടയാളങ്ങൾപ്പെട്ടതാണ്. നമുക്ക് ആർക്കും ഒരു ഹൈറും ഒരു നന്മയും എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും
നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ഷെറും എത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്താണ്, സ്വഹാബത്തിന് നൽകിയ വസിയത്തുകളിൽപ്പെട്ടതാണ്. അത് വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും ഈമാൻ പരിപൂർണമായ ആളുകൾ. എന്ന് വെച്ചാൽ ആൾക്കാരുടെ വിഷയത്തിൽ എന്തെങ്കിലും എന്ത് ചെയ്യില്ല. ഇപ്പം നമുക്കറിയാലോ, ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന ധാരാളം വിഷയങ്ങൾ. ഇപ്പോൾ മറ്റൊരാളെ പറ്റിയുള്ള സംസാരം, അല്ലെങ്കിൽ അയാളെപ്പറ്റിയുള്ള എഴുത്തുകൾ സോഷ്യൽ മീഡിയകളിൽ വരുന്നത്, ഇങ്ങനെ പല വിഷയങ്ങളും. ഇതൊന്നിലൊന്നും എന്ത് ചെയ്യില്ല, ആരും ഇടപെടൂല. ഈമാൻ പരിപൂർണമായ ആളുകൾ ഇടപെടൂല. എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത് ഫോർവേഡ് ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. ഇങ്ങനെ കുറേ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതൊക്കെ വളരെ പേടിച്ചുകൊണ്ട് മാത്രം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അത് ഈമാൻ പരിപൂർണമായ ആളുടെ മറ്റൊരു അടയാളമാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ വിഷയം ലജ്ജ ഉണ്ടാവുക എന്നുള്ളത്, അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി സ്വഹാബത്ത് പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മണിയറയിൽ ഇരിക്കുന്ന പുതിയ പെണ്ണ് മണവാട്ടിയേക്കാളും ലജ്ജയുള്ള ആളാണ് ആര്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് സ്വഹാബത്ത് പറയാറുണ്ട്. അങ്ങേയറ്റം ലജ്ജയുണ്ടാവുക എന്നുള്ളത്, ഹയാ ഉണ്ടാവുക എന്നുള്ളത്, അത് ഈമാനിൻ്റെ പരിപൂർണത അറിയിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു മോശപ്പെട്ടൊരു കാര്യം ആളുകൾ കാണുന്നുണ്ട് എന്നറിഞ്ഞിട്ടും, അല്ലെങ്കിൽ അത് ചെയ്യാനൊരു മടുപ്പ് വരാതിരിക്കുകയാണ്. ഒരാൾ നോക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്നൊരാൾ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ ഇന്നൊരാളുടെ ഇതിന് കണക്ക് പറയും, ഇതൊക്കെ മനസ്സിൽ വരുന്നുണ്ട്, എന്നിട്ടും കാണുന്നു കണ്ടോട്ടെ എന്ന രൂപത്തിൽ ഒരു നാണക്കേടും തോന്നാതിരിക്കുക എന്നുള്ളത് അതൊരാളുടെ ഈമാനിൻ്റെ കുറവിനെ അറിയിക്കുന്നത്. ഈമാനുള്ള ആളുകൾ അവരുടെ ഈമാൻ്റെ അളവിനനുസരിച്ച് ലജ്ജയുള്ള ഹയാ ഉള്ള ആളുകളായിരിക്കും, ഹയാ ഉള്ള ആളുകളായിരിക്കും. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ ഹയാ പ്രകടമാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി സ്വഹാബത്ത് പറയാറുണ്ട്, അങ്ങാടികളിൽ ബഹളമുണ്ടാക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടികളിൽ ബഹളമുണ്ടാക്കാറില്ല. എന്ന് വെച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കച്ചവടം നടത്തുമ്പോൾ മാർക്കറ്റുകളൊക്കെ നമ്മൾ ബാർഗെയിനിങ് നടത്തും, വിലന്ന് കുറച്ച് കിട്ടാൻ വേണ്ടി വില പേശി അതൊന്ന് ഫസ്റ്റത്തെ ഘട്ടം അത് സാധാരണഗതിയിൽ ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത്തെ ഘട്ടം എന്ത് ചെയ്യും, അതിൽ ശബ്ദം കൂടും, പദപ്രയോഗങ്ങളുടെ രീതി വേറെയാവും, വ്യത്യസ്തമാവും. ആ ഘട്ടത്തിലേക്ക് പോവാറില്ല. അതിനത്ര വില കുറച്ച് കൂടുതലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വില കൊടുത്തത് വാങ്ങിക്കും, ബഹളം ഉണ്ടാക്കാൻ നിൽക്കാറില്ല. കാരണം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാണിച്ചിരുന്നു, ലജ്ജിച്ചിരുന്നു. ഓരോ വിഷയത്തിലും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കും. അത് സ്ത്രീകളുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അല്ലെങ്കിൽ മക്കൾ, പെൺമക്കൾ, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ത്, അവരുടെ മുറിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഖബറടക്കിയിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബർ ഉണ്ടായിരുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ സാധാരണ വീട്ടിനകത്ത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് അവരുടെ മുറിയിലേക്ക്, ഖബറുള്ള മുറിയിലേക്ക് പ്രവേശിക്കാറുണ്ടായത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ കൂടെ അവിടെ വന്നതിന് ശേഷം എങ്ങനെയാണോ ഒരു അന്യപുരുഷൻ്റെ അടുക്കിലേക്ക് ഒരു സ്ത്രീ കടന്നു പോകുന്നത് അതുപോലെയാണ് എന്ത് ചെയ്യാറുള്ളത്, മരിച്ചൊരു മയ്യിത്തായിരുന്നിട്ട് പോലും അന്യപുരുഷന്മാരോട് അവർക്കുണ്ടായിരുന്ന നാണക്കേട് അത്രയും വലുതാണ്. സലഫുകൾ പറയാറുണ്ട്, അവർക്ക് അവരുടെ ഭാര്യയുടെ മുഖം അന്യപുരുഷന്മാരിൽപ്പെട്ട ഒരാൾ കാണുക എന്നുള്ളത് മരണത്തിനേക്കാൾ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. അത്രയധികം അവർക്ക് ഹയാ ഉണ്ടായിരുന്നു. അതൊക്കെ ഈമാനിൻ്റെ
അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഈമാൻ പരിപൂർണമാകുന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ, എൻ്റെ മകളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ സഹോദരിയെ അന്യപുരുഷന്മാർ നോക്കുന്നത് എനിക്കൊരു കുഴപ്പവുമില്ല എന്ന അവസ്ഥയിലേക്കൊരു പുരുഷൻ എത്തുന്നുണ്ടെങ്കിൽ അവന് ആണത്വം മാത്രമല്ല ഇല്ലാത്തത്, അവൻ്റെ ഹയാവും അവൻ്റെ ഈമാനും കുറവാണ്. അവൻ്റെ ഈമാനും കുറവ് തന്നെയാണ്. അവൻ്റെ ഈമാൻ പരിപൂർണമായിട്ടില്ല. അപ്പം ഹയാ, ലജ്ജ ഉണ്ടാവുക എന്നുള്ളത് അത് പുരുഷന്മാർക്കുള്ളതാണ്. ഇപ്പോൾ അന്യ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ മഹ്റമല്ലാത്തൊരു സ്ത്രീ, പ്രത്യേകിച്ച് നമ്മൾ ടൗണിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാലോ, എല്ലാ ആളുകളും വസ്ത്രധാരണം കൃത്യമായി പാലിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളല്ല. അങ്ങനെയുള്ള സ്ത്രീകളെ കാണുമ്പോൾ യാദൃശ്ചികമായി നോട്ടം പതിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കണ്ണ് തിരിക്കുക, ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത് ഈ ലജ്ജയുടെ ഭാഗമാണ്. ഈമാൻ പരിപൂർണമാകുന്നതിൽ പെട്ടതാണ്. പ്രത്യേകിച്ചും യാത്രകളിൽ. എന്താ യാത്രയുടെ പ്രത്യേകത? നമ്മൾ ദൂരെ യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ അറിയുന്ന ആരും ആ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ആ യാത്രയിൽ നമ്മുടെ കൂടെ വേറെ ആരും ഉണ്ടാവില്ല. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ദൃഷ്ടി താഴ്ത്തുക നമുക്ക് സാധിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ പരിപൂർണത അറിയിക്കുന്ന അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് വളരെ ശക്തമായ വിചാരണ സമ്പത്തിൻ്റെ വിഷയത്തിൽ. അത് നമ്മളുടെ കയ്യിലേക്ക് വരുന്നതാണെങ്കിലും ചെലവഴിക്കുന്നതിലാണെങ്കിലും വളരെ കാര്യമായി പരിശോധിക്കുക, അത് കണക്ക് നോക്കുക എന്നുള്ളത് ഈമാനിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഈമാനിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഒരു അടിമയോട് സമ്പത്തിനെ സംബന്ധിച്ച് 2 ചോദ്യങ്ങൾ ചോദിക്കും. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്നത് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു, 2 ചോദ്യങ്ങൾ ചോദിക്കും. സമ്പാദ്യത്തിൽ എത്ര കുറവ് വന്നാലും ഒരു തരി പോലും ഹറാമ് കലരാതിരിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. സലഫുകളിലെ അവരുടെ മുൻഗാമികളുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് വേണ്ടി, റിസ്ക്കിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പറയാറുണ്ടത്രേ, നിങ്ങൾ ഹറാമായ ഒരു ചെറിയ അളവ് പോലും സമ്പാദ്യമായി ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. നിങ്ങൾ കൊണ്ടുവരുന്ന സമ്പാദ്യം എത്ര കുറച്ചാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പാദ്യമായി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അത് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിച്ചേക്കും. പക്ഷേ നരകത്തിൽ നിന്ന് യാതൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുകയില്ല എന്ന് അവരുടെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയാറുണ്ട്. സമ്പാദ്യത്തിൻ്റെ വിഷയത്തിൽ വളരെ ഗൗരവം കാണിക്കുക എന്നുള്ളത്. നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കലർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കാതാവും. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്. എന്തിനു റബ്ബിനോട് ചോദിക്കണം, എന്ത് റബ്ബ് നമ്മളെ സഹായിക്കണം. എപ്പോഴും റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലായ്പ്പോഴും റബ്ബിലേക്ക് ആവശ്യക്കാരനായിട്ടുള്ള നമ്മളെപ്പോലെ ഒരു പടപ്പ്, ആ പടപ്പിൻ്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കാതാകുമെങ്കിൽ എത്രമാത്രം പേടിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കലരുന്നത് അത്രമാത്രം അപകടം പിടിച്ച വിഷയമാണ്. അത് വളരെയധികം അതിനെപ്പറ്റി പേടിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ പരിപൂർണതയിൽപ്പെട്ട ഒരടയാളമാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സംസാരത്തിൽ സത്യം ചെയ്യലുകൾ കുറയുക എന്നുള്ളത്. അത് ഉള്ള കാര്യമാണെങ്കിലും സത്യം ചെയ്യുന്നത് കുറയുക എന്ന് വെച്ചാൽ അല്ലാഹുവാണ് സത്യം എന്ന് ചെയ്യുന്നത് കുറയുക. അതേപോലെ തന്നെ സംസാരത്തിൽ നുണകൾ, കളവുകൾ കടന്നു വരാതിരിക്കുക.
ഇതൊക്കെ ഈമാനിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. ഈമാനിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. ഒരാളുടെ സംസാരത്തിൽ തീരെ കളവുകൾ വരാതിരിക്കുക. എപ്പോഴും സത്യസന്ധമായ സംസാരം മാത്രം സംസാരിക്കുക. കളവുകൾ തീരെ പറയാതിരിക്കുക. സത്യം ചെയ്യുന്നത് അധികരിപ്പിക്കാതിരിക്കുക എന്നുള്ള അതിൽപ്പെട്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾക്ക് എപ്പോഴാണ് സത്യം ചെയ്യേണ്ടി വരുന്നത്? എപ്പോഴാണ് ചെയ്യേണ്ടി വരുന്നത്? അയാളുടെ സംസാരം കേൾക്കുന്ന ആൾ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ്. അങ്ങനെ എത്തുന്നൊരു സാഹചര്യം അത് നമ്മളെ കൊണ്ടുണ്ടാകരുത്. എന്ന് വെച്ചാൽ സാഹചര്യം അത് നിർബന്ധിതമാക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, സത്യം ചെയ്യുന്ന തെറ്റൊന്നുമല്ല. പക്ഷേ ഒരാൾ എന്ത് ചെയ്യണം? എന്ത് കാര്യം വഴിയും നമ്മൾ പലപ്പോഴും പലരെയും കേട്ടിട്ടുണ്ടാവും, സംസാരത്തിൽ ധാരാളം എന്ത് പറഞ്ഞാലും വല്ലാഹി പറയും. ചെറിയൊരു വിഷയം പറഞ്ഞാൽ ഞാനിപ്പോഴാണ് വന്നത് എന്ന് പറയുമ്പോഴും വല്ലാഹി പറയും. ഞാൻ ഇപ്പോഴേക്കാണ് പോയത് പറയുമ്പോഴും എല്ലാ ചെറിയ കാര്യത്തിനും വല്ലാഹി പറയാന്നുള്ളത് അത് ശ്രദ്ധിക്കണം. അത് ഈമാനിൻ്റെ കുറവിനെ അറിയിക്കുന്നു. നമ്മൾ പറയുന്ന കാര്യം സത്യമാണെങ്കിലും സത്യം അധികരിപ്പിക്കുക, ധാരാളം ഇങ്ങനെ സത്യം എല്ലാ ചെറുതും വലുതുമായ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ സത്യം അധികരിപ്പിക്കുക എന്നുള്ളത് അത് ഈമാനിൻ്റെ കുറവിനെ അറിയിക്കുന്ന കാര്യം. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ചുള്ള മഹത്വം അതത്രയും കുറവാണ് എന്നറിയിക്കുന്നൊരു അടയാളമാണ്. സത്യം ചെയ്യുന്നത് കുറയ്ക്കുക, സംസാരം സത്യം മാത്രമാക്കുക, കളവുകളില്ല കടന്നു വരാത്ത രൂപത്തിൽ ആക്കുക. അത് ഈമാനിൻ്റെ പരിപൂർണത അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ്. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് ഷെറ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ട് ഹൈർ ചെയ്തു കൊടുക്കാണ്. ഇങ്ങോട്ട് ഷെറ് ചെയ്യുന്ന ആളുകൾ ഇങ്ങോട്ട് ഉപദ്രവമാണ്, ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങോട്ട് ഹൈർ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഈമാനിൻ്റെ പരിപൂർണതയിൽപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം. അതെല്ലാവർക്കും കഴിയൂല, വളരെ ചുരുക്കം ആളുകൾക്ക് കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ വല്ലാണ്ട് അങ്ങനെ കാട് കയറി ചിന്തിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പ്രാക്ടിക്കലായി കടന്നു വരുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖല എന്നുള്ളത് കുടുംബബന്ധം ചേർക്കലാണ്. നമ്മൾ കുടുംബബന്ധം ചേർക്കൽ എങ്ങനെയാണ്? ഇങ്ങോട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ അങ്ങോട്ടും വിളിച്ചും കാര്യങ്ങൾ അന്വേഷിക്കും. ഇങ്ങോട്ട് സന്ദർശിക്കുന്ന ആളുകൾ അങ്ങോട്ട് പോയി സന്ദർശിക്കും. ഇങ്ങോട്ട് സഹായം ചെയ്തു തരുന്ന ബന്ധുമിത്രാദികൾക്ക് അവർക്ക് സഹായം ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് സഹായം ചെയ്തു കൊടുക്കും. ഇതല്ല കുടുംബബന്ധം ചേർക്കൽ. ഇങ്ങോട്ട് വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കാത്തവരെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം. ഇങ്ങോട്ട് സന്ദർശിക്കാൻ വരാത്തവരെ അങ്ങോട്ട് ചെന്ന് സന്ദർശിക്കണം. ഇങ്ങോട്ട് സഹായങ്ങൾ ചെയ്തു തരാൻ തയ്യാറാകാത്തവർക്ക് നമ്മുടെ സഹായം ആവശ്യം വരുമ്പോൾ അങ്ങോട്ട് സഹായം ചെയ്തു കൊടുക്കണം. അതൊക്കെ ഈമാനിൻ്റെ പരിപൂർണതയിൽപ്പെട്ട കാര്യങ്ങളാണ്. ഈമാനിൻ്റെ പരിപൂർണതയിൽപ്പെട്ട കാര്യങ്ങളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിലയ്ക്കും ആ ഒരു കാര്യത്തിൽ നമുക്ക് വലിയ മാതൃകയാണ്. ഇങ്ങോട്ട് അമാനത്ത് വിശ്വസ്തത പാലിക്കാതെ എല്ലാ നിലയ്ക്കും ചതിയും വഞ്ചനയും ദ്രോഹവും മാത്രം ചെയ്ത ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം മാന്യമായി വിശ്വസ്തയോട് കൂടിയിട്ടാണ് പെരുമാറിയത്. നിങ്ങൾക്കറിയില്ല ഹുബൈബ് റളിയല്ലാഹു അൻഹു സംഭവം കേട്ടിട്ടില്ലേ? മക്കക്കാര് കൊല്ലാൻ കൊണ്ടുപോയി കഷ്ണം കഷ്ണമായി കൊന്നുകളയുന്ന സ്വഹാബി. ആ സ്വഹാബിയെ കൊന്നുകളയാൻ വേണ്ടി ഒരു സ്ഥലത്ത്, ജയിൽ പോലത്തെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഈ കൊല്ലപ്പെടാൻ പോകുന്ന ഈ വ്യക്തിയെ കാണാൻ വേണ്ടി കുറേ ആളുകൾ വന്നിട്ടുണ്ട് ഖുറൈശികളിൽ നിന്ന്. ഇങ്ങനെ ഓരോരുത്തരും വന്ന് എന്തോ ഒരു മൃഗശാലയിലേക്ക് സിംഹത്തിനെയൊക്കെ കാണാൻ വരുന്ന പോലെ ഇങ്ങനെ വന്ന് നോക്കി പോവാണ്. കൗതുകത്തോടെ വന്ന് കണ്ടു പോവാണ്. അങ്ങനെ വന്ന് കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന തിരക്കിനിടയിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു കുട്ടി, ചെറിയ കുട്ടി ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? അവിടെ ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ ആയിട്ട് കൊടുത്തൊരു കത്തിയുണ്ട്. ഇദ്ദേഹത്തിന് അറിയുകയും ചെയ്യുക ഇവരിപ്പോൾ എന്നെ കൊല്ലും, കഷ്ണം കഷ്ണമായി അറുത്തു കൊല്ലും. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ അതിന് പ്രതികാരം പകരം എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിയെ കൊല്ലാം. ഈ കത്തിയിലടുത്തിരിക്കുന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ കുട്ടിയെ കണ്ടിട്ട് ആ കുട്ടിയുടെ ഉമ്മ പേടിച്ച് വിറയ്ക്കുകയാണ്.
എന്ത് ചെയ്യണമെന്നറിയാതെ ഹുബൈബ് റളിയല്ലാഹുവിന്റെ അടുക്കലാണ് ഈ കുട്ടിയുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഉമ്മാക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്, പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഹുബൈബ് റളിയല്ലാഹു ചോദിക്കണം, ഞാൻ നിങ്ങളുടെ കുട്ടി എന്തെങ്കിലും ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എന്ത് ചെയ്യാണ്, ഉമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് ഈമാൻ പരിപൂർണമായ ആളുകൾക്കല്ലാതെ ഈ രൂപത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല. സുഹൈബ് റളിയല്ലാഹുവിന്റെ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം മദീനത്തേക്ക് ഹിജറ പോകുമ്പോൾ മക്കക്കാർ പുറകിൽ കൂടാണ്. പുറകെ വന്ന് അദ്ദേഹത്തിനെ വട്ടം നിന്നപ്പോൾ അദ്ദേഹം ഒരു മലമുകളിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, അമ്പൊക്കെ തയ്യാറാക്കിയിട്ട് ഇവർക്കെതിരെ പോരടിക്കാൻ നിൽക്കുക. അപ്പോൾ ഇവർ പറഞ്ഞത്, നീ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നത് സമ്പത്തില്ലാതെ ദരിദ്രനായിട്ട്, ഇപ്പം നീ ഞങ്ങളുടെ അടുക്കൽ നിന്ന് പോകുന്നത് സമ്പത്തുള്ളവനായിട്ടാണ്. ഈ സമ്പത്തുമായി നിന്നെ ഞങ്ങൾ വിടൂല, പോകാൻ സമ്മതിക്കൂല. അപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എൻ്റെ സമ്പത്ത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എൻ്റെ സമ്പത്താണ്. അപ്പം അതെ, എൻ്റെ സമ്പത്ത് ഞാൻ എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമോ? അവർ വിടും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ സമ്പത്ത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ സ്ഥാനം പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സ്ഥാനം പറഞ്ഞു കൊടുത്ത ഉടനെ അവരവിടേക്ക് പോവാണ്. ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാൻ, സംശയിക്കാൻ. അവർക്ക് ചിന്തിച്ചുകൂടെ, ഇവൻ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ഥലം വെറുതെ പറയുന്നതാണെങ്കിലും എന്ന് അവർക്ക് ചിന്തിച്ചൂടെ? അവർക്കറിയാം ഇതൊരു മുസ്ലിമാണ്, കളവ് പറയൂല. നമ്മൾ അങ്ങോട്ട് പറ്റിച്ചാലും ഇങ്ങോട്ട് പറ്റിക്കൂല, അങ്ങോട്ട് ഉപദ്രവിച്ചല്ലേ. വലാ തഖുൻ മൻ ഖാനക്. നിന്നോട് വിശ്വാസവഞ്ചന കാണിച്ചവനോട് നീ വിശ്വാസവഞ്ചന കാണിക്കരുത്. നിന്നോട് വിശ്വാസവഞ്ചന കാണിച്ചവനോട് നീ വിശ്വാസവഞ്ചന കാണിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. അതൊക്കെ ഈ ഒരു വിഷയത്തിന്റെ ഭാഗം. അപ്പോൾ ഇങ്ങോട്ട് തിന്മ പ്രവർത്തിക്കുന്ന, മോശം രൂപത്തിൽ പെരുമാറുന്ന, ഇടപഴകുന്ന ആളുകളോട് നല്ല രൂപത്തിൽ ഇടപഴകുക എന്നുള്ളത് അത് കുറച്ച് പ്രയാസമാണ്. അത്രയും ഈമാനുള്ള ആളുകൾക്കേ സാധിക്കുള്ളൂ. നമ്മളത് പരിശ്രമിച്ചെടുക്കണം. ആ രൂപത്തിൽ നമ്മളെ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കണം. അതിപ്പോൾ ചിലപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായേക്കാം. മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് പോലും ആ വിഷയം ഉണ്ടായേക്കാം. നമ്മുടെ ഭാഗത്തായിരിക്കും ഹക്കുണ്ടാവുക, അവരുടെ ഭാഗത്ത് യാതൊരു ന്യായം ഉണ്ടാവില്ല. പക്ഷെ അവർ നമ്മളെ ശക്തമായി ശകാരിക്കും. അവർ മാതാപിതാക്കളാണെന്നുള്ള ആ ഒരു പദവി വെച്ചിട്ട് തിരിച്ചതേപോലെ ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് അറിയുമെങ്കിലും, അതിന് കഴിയുമെങ്കിലും, അതിനുള്ള പ്രായമെത്തിയെങ്കിലും, കരുത്തുണ്ടെങ്കിലും പറയാൻ പാടില്ല. പറയാൻ പാടില്ല. അത് ദീനിൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നത് അങ്ങനെയാണ്. അത് ഈമാൻ പരിപൂർണമാകുന്ന സന്ദർഭത്തിലല്ലാതെ നമ്മൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഇങ്ങോട്ട് തെറ്റായ രൂപത്തിൽ പ്രതികരിക്കുന്ന പല സാഹചര്യങ്ങളും, അത് പല ഉദാഹരണങ്ങളും പറഞ്ഞു. അത് ഏത് രൂപത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും തിരിച്ചതേപോലെ മോശപ്പെട്ട രൂപത്തിൽ പ്രതികരിക്കാതെ നല്ല രൂപത്തിൽ പ്രതികരിക്കുക എന്നുള്ളത്, ഇടപഴകുക എന്നുള്ളത് ഈമാൻ പരിപൂർണമായ ആളുകളുടെ മറ്റൊരു അടയാളമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അടയാളം തവാദു എന്നുള്ളത്, വിനയം. വിനയത്തെപ്പറ്റി സലഫുകളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ? നീ അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാളെയും നിന്നേക്കാൾ ദറജ കുറഞ്ഞവനായി കാണാതിരിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നീ തവാദുഇലേക്ക് എത്തുക, വിനയത്ത്. ആരെങ്കിലും ഒരാളെ നിനക്ക് അവനൊന്നും എൻ്റെ അത്ര ആയിട്ടില്ല എന്ന് നിനക്ക് ഏതെങ്കിലും ഒരാളെ പറ്റി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ ഈമാൻ പരിപൂർണമായിട്ടില്ല. നമ്മുടെ ഈമാൻ പരിപൂർണമായിട്ടില്ല. അവരൊക്കെ എന്നെക്കാളും നല്ല ആളുകളായിരിക്കും എന്ന ഹുസ്നുദ്ദന്ന്, അത് ഓരോ മുസ്ലിമിനെ പറ്റി, പ്രത്യേകിച്ചും തൗഹീദുള്ള സ്വഹാബത്തിൻ്റെ മനഹജുള്ള ആളുകളെപ്പറ്റി അങ്ങനെ ഹുസ്നുദ്ദന്ന് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അവരോരോരുത്തരും അങ്ങനെ ആയിരിക്കും. ഞാൻ കാണാത്ത പല അമലുകൾ അവർ ചെയ്യുന്നുണ്ടാവും.
അവർ പലപ്പോഴും പല തെറ്റുകൾ ചെയ്യുന്ന നമ്മൾക്ക് അറിയെങ്കിലും അത് പലപ്പോഴും അവർ തൗബ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയതായിരിക്കും. ഇങ്ങനെ ഹുസ്നുദ്ദന്നല്ലാതെ അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളുകളിൽ ഒരാളെപ്പോഴും മറ്റൊരു ചിന്ത അവനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൻ അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാളെക്കാളും ഞാൻ മേലെയാണ്, മുകളിലാണെന്ന് ഒരിക്കലും ചിന്തിക്കൂല. ഈമാൻ പരിപൂർണമായ ഒരാളുടെ അവസ്ഥയാണ്. ഒരിക്കലും ചിന്തിക്കൂല. അത് ഒരു കാര്യം ഏത് നിലയ്ക്കാണെങ്കിലും, ഏത് വിഷയത്തിലാണെങ്കിലും. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കിബിർ എന്നുള്ളത്. പക്ഷെ നമ്മൾക്ക് ഏതെങ്കിലും ഒരാളെ നിസാരനായിട്ട് നമുക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അവൻ തൗഹീദുള്ളവനായിട്ടും അവൻ സ്വഹാബത്തിൻ്റെ ആദർശത്തിലുള്ളവനായിട്ടും നമുക്കൊരാളെ നമ്മളെക്കാൾ വില കുറഞ്ഞവനായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിൻ്റെ പോരായ്മ അറിയിക്കുന്ന വലിയൊരു അടയാളമാണ്. ഒരാളെ നമ്മൾ എന്ത് ചെയ്യരുത്, വില കുറച്ച് കാണരുത്. ഒരാളെ നമുക്കറിയില്ല, നമ്മളെക്കാൾ ചിലപ്പോൾ അവനായിരിക്കാം റബ്ബിൻ്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠൻ. അല്ലെ, നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചെന്നില്ലേ, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ പെണ്ണന്വേഷിച്ചാൽ ആളുകൾ അവർക്ക് പെണ്ണ് കൊടുക്കൂല, ആരും വിവാഹം ചെയ്തു കൊടുക്കൂല. വലിയ വിഭവസമൃദ്ധമായ സദ്യകളിലേക്കും ചടങ്ങുകളിലേക്കും ഒരാളും അവരെ ക്ഷണിക്കൂല. ആളുകൾ ആരും അവരൊരു നിലക്കും തിരിഞ്ഞു നോക്കൂല, ഒരു പരിഗണനയും കൊടുക്കൂല. പക്ഷെ റബ്ബിൻ്റെ അടുക്കൽ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവർ അള്ളാഹുവിന് മേൽ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അത് അള്ളാഹ് നടത്തിയിരിക്കും. പക്ഷെ റബ്ബിൻ്റെ അടുക്കൽ അത്രയും വലിയ സ്ഥാനം അവർക്കുണ്ട്. പക്ഷെ ദുനിയാവിൽ ആർക്കും അവരറിയില്ല. അങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിലുണ്ടാകും. നമ്മളൊന്നും കാണാത്ത രൂപത്തിൽ, അറിയാത്ത രൂപത്തിൽ റബ്ബിന് ഇബാദത്തുകൾ ചെയ്യുന്ന, ഈ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന പല ആളുകൾ ഉണ്ടാവും. നമ്മളൊരിക്കലും എന്ത് ചെയ്യരുത്, ഒരാളും വില കുറച്ച് കാണരുത്. അല്ലേ, പല ഹദീസുകളും കാണാം, എത്ര ആളുകളാണ് ദുനിയാവിൽ വലിയ രൂപത്തിൽ വാഴ്ത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്ന എത്ര ആളുകളാണ് റബ്ബിൻ്റെ അടുക്കൽ ഒന്നുമല്ലാത്ത ആളുകളായിട്ടുള്ളൂ. നേരെ തിരിച്ചു അങ്ങനെ തന്നെ, ഈ ദുനിയാവിൽ ഒന്നുമല്ലാത്ത എത്ര ആളുകൾ റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കരസ്ഥമാക്കുന്ന ആളുകളായിട്ടുള്ളൂ. അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ ഒരു സുന്നത്തിൻ്റെ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യരുത്, നിസാരനായി, മോശക്കാരനായി, നിലവാരം കുറഞ്ഞവനായി, വില കുറഞ്ഞവനായി നമ്മുടെ മനസ്സിൽ കരുതിക്കൂടാം. അങ്ങനെ വരുന്നത് നമ്മുടെ ഈമാനിൻ്റെ കുറവിനെ അറിയിക്കുന്ന ഒരടയാളമാണ്. നമ്മളെല്ലാവരെക്കാളും നിസാരനാണ്, നമ്മളെല്ലാവരെക്കാളും ലെവൽ കുറഞ്ഞവനാണ്, ദറജ കുറഞ്ഞവനാണ് എന്ന മെൻറ്റാലിറ്റി, അത് വെറുതെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്നതാവരുത്. നമ്മുടെ മനസ്സ് തട്ടി ഉള്ളുകൊണ്ട് പറയുന്നതായിരിക്കണം. മനസ്സിൽ തട്ടി ഉള്ളുകൊണ്ട് പറയുന്നതായിരിക്കണം. വെറുതെ ആളുകളെ സുഖിപ്പിക്കാൻ, വെറുതെ നേരം പോക്കിന് പറയുന്നതാകരുത്. അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളത് പറയുന്നതായിരിക്കണം. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഈ ഈമാനിൻ്റെ പരിപൂർണത അറിയിക്കുന്ന, സമയമായിട്ടുണ്ട്, വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് നമ്മളെ കൊണ്ട് ഒരു ഷെറും, അതായത് ഒരു തിന്മയ്ക്ക് നമ്മളൊരു റോൾ മോഡലാകാതിരിക്കാൻ പരിശ്രമിക്കാനുള്ളത്. പക്ഷെ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളെല്ലാവരും ഈ പറയുന്ന നമ്മൾ ഓരോരുത്തരും, ഈ കേൾക്കുന്ന ഓരോരുത്തരും, നമ്മളിൽ പലരും നമ്മുടെ കുടുംബത്തിൽ ഈ ആദർശം അറിയുന്ന, ഇതാണ് ശരിയായ വിശ്വാസം, സ്വഹാബത്തിൻ്റെ നിലപാടെന്നൊക്കെ അറിയുന്ന ആളുകൾ നമ്മളൊരാളെ ഉണ്ടാവുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ നമ്മളെ അവർ നോക്കിക്കാണുന്നത് ദീനിൻ്റെ പകർപ്പായിട്ടാണ്, ശരിയായ ആദർശത്തിൻ്റെ വക്താവായിട്ടാണ്.
അങ്ങനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മളിൽ നിന്നൊരു മോശപ്പെട്ടൊരു കാര്യം അവർക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതവർ നമ്മുടെ കുറവായിട്ടല്ല എന്ത് ചെയ്യുക, കണക്കാക്കുക. അത് ദീനിൻ്റെ ആദർശത്തിൻ്റെ പ്രശ്നമായിട്ട് കണക്കാക്കുക. ആദർശത്തിൻ്റെ പ്രശ്നമായിട്ട് കണക്കാക്കുക. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയാം. ഒരു കുട്ടി ആദർശം ശരിക്കും പഠിച്ച് മനസ്സിലായിട്ടില്ല എങ്കിലും അങ്ങനെ തൗഹീദൊക്കെ പഠിച്ചു വരുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളുടെ ഒരു മകൻ അയാൾ എന്ത് ചെയ്യണം, ഈ സ്ഥാപനത്തിൽ കൊണ്ടുചെന്ന് ആക്കുകയാണ്, ഇവിടെ പഠിക്കാൻ കൊണ്ടാക്കുകയാണ്. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഇവർ ശരിയായ ആദർശത്തിൻ്റെ വക്താക്കളാണ് എന്ന മെൻറ്റാലിറ്റിയിലാണ് ഇവിടെ കൊണ്ടുവന്നാക്കുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്ന് മാനുഷികമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, എന്തോ ഒരു പോരായ്മ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നു. ആ കുട്ടിയും ആ രക്ഷിതാവും അതിനെ കണക്കിലെടുക്കുക, ഇതാ ഉസ്താദിൻ്റെ എന്തോ മാനുഷികമായ പ്രശ്നമാണ്, എന്തോ ഒരു പോരായ്മയാണ്, തെറ്റാണെന്നുള്ള രൂപത്തിലായിരിക്കില്ല. അത് ഇവരിങ്ങനെയാണ്. ഞാനിത് ഈ അവസാനം ഈ പറയുന്ന വിഷയം എന്നുള്ളത് നമ്മളെ കൊണ്ട് ഒരു ദീനിനൊരു ചീത്തപ്പേരുണ്ടാവുക എന്നുള്ളത് നമ്മൾ വളരെയധികം പേടിക്കേണ്ട വിഷയമാണ്. വളരെയധികം പേടിക്കേണ്ട വിഷയമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്താകരുത്, ദീനിൻ്റെ പ്രചരണത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ ആ ഹക്കിലേക്ക് അടുക്കുന്നതിന് തടസ്സമാകാൻ നമ്മളൊരു കാരണക്കാരനാകരുത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് നമ്മൾ ആളുകൾക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഹക്ക് പറഞ്ഞു കൊടുക്കുക, ദഅവത്ത് ചെയ്യുക എന്നുള്ളത്. അത് ദഅവത്ത് ചെയ്യാന്നുള്ളത് ഒരിക്കലും സംസാരം കൊണ്ട് മാത്രമല്ല, പ്രവർത്തനം കൊണ്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല നിലപാടുകൾ കണ്ടിട്ടാണ് കൂടുതൽ ആളുകളും ഇസ്ലാം സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സംസാരം കേട്ട് ഇസ്ലാം സ്വീകരിക്കാത്ത എത്രയോ ആളുകൾ അദ്ദേഹത്തിൻ്റെ പല സാഹചര്യങ്ങൾ എടുത്ത നിലപാടുകൾ കണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ സുൽഹുൽ ഹുദൈബിയ? ആ സുൽഹുൽ ഹുദൈബിയ എഴുതാൻ മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന് വന്നതാരാ? സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹം മുശ്രിക്കാണ്. അദ്ദേഹത്തിനെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമല്ല, സുൽഹുൽ ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത നിലപാടുകളാണ്, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളാണ്, അദ്ദേഹം ആ സന്ദർഭത്തിലെടുത്ത തീരുമാനങ്ങളാണ്. നമ്മുടെ പ്രവർത്തനങ്ങളാണെന്ത് നമ്മുടെ സംസാരങ്ങളെക്കാൾ വലിയ എഫക്റ്റ് ഉണ്ടാക്കുക. നമ്മുടെ ദഅവത്തിൽ പ്രവർത്തനങ്ങളാണ് സംസാരങ്ങളെക്കാൾ വലിയ. അപ്പം നമ്മൾ പരമാവധി ദഅവത്ത് ചെയ്യുക, ആളുകൾക്ക് ഈ ഹക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനെ പരിപൂർണമെന്ന് വെച്ചാൽ, നേരെ തിരിച്ചു പറഞ്ഞാൽ ഒരാൾ ഹക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, ആർക്കും പറഞ്ഞു കൊടുക്കാനൊന്നും മെനക്കെടുന്നില്ല. വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ അതുപോലെ തന്നെ കൂട്ടുകാർക്കോ ആർക്കും അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ യാതൊരു പരിശ്രമവും നടത്തുന്നില്ല. അതിന് അത്രത്തോളം അത് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നു, അത്രത്തോളം അവൻ്റെ ഈമാൻ കുറയും. എത്രത്തോളം ഒരാളത് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നു അത്രത്തോളം അവൻ്റെ ഈമാൻ കുറയും. എന്നുവെച്ചാൽ നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്നുണ്ട് എന്നറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണെന്ത്? നമ്മൾ അറിഞ്ഞ ഹക്ക്, പഠിച്ച് മനസ്സിലാക്കിയ സത്യം അത് അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആ ഒരു തൻ്റെ ഇടം വരിക എന്നുള്ളത്, അതിന് നമുക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കുക എന്നുള്ളത്, അതിന് നാട്ടുകാരുടെ എതിർപ്പുകൾ നമുക്ക് വകവയ്ക്കാതിരിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്നതിൻ്റെ മറ്റൊരു അടയാളം. വേറെയും ധാരാളം അടയാളങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരുപാടുണ്ട്. ഞാൻ പ്രധാനപ്പെട്ടത് വേഗത്തിൽ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ അടയാളങ്ങളും അതല്ലാത്ത ധാരാളം മറ്റ് അടയാളങ്ങളൊക്കെ ധാരാളം ഖുർആനിലുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി കഴിവിൻ്റെ പരമാവധി പ്രാക്ടിക്കലാക്കാനും അങ്ങനെ നമ്മുടെ ഈമാൻ കുറഞ്ഞു പോകുന്നതിൽ നിന്ന് ഒരു പരിധി വരെ ഇത്തരം കാരണങ്ങൾ സബബായി തീരാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും പൂർണ്ണമായ ഈമാനോടുകൂടെ കണ്ടുമുട്ടി ഏറ്റവും വലിയ ദർജകൾ കരസ്ഥമാക്കാനും ഒക്കെ ഈ ഒരു സംസാരത്തെ സബബാക്കി തീർക്കുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.